കൊല്ലം തിരുമുല്ലവാരത്ത് ബലിയർപ്പിക്കാനെത്തിയ ജനങ്ങൾ വലഞ്ഞത് മണിക്കൂറുകളോളമാണ്. പണം വാങ്ങിയിട്ടും ദേവസ്വം ബോർഡ് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന് വ്യാപക പരാതി. ബലിയർപ്പിക്കാനാകാതെ പലരും കണ്ണീരോടെ മടങ്ങി. പുലർച്ചെ മുതൽ കാത്തുനിന്ന നിരവധി പേരാണ് ബലിയർപ്പിക്കാൻ കഴിയാതെ മടങ്ങിയത്. വരിയിൽ നിന്ന പലരും കുഴഞ്ഞു വീണു. ഇത്തവണ തിരുമുല്ലവാരത്തെ പ്രദേശവാസികൾക്ക് ബലിമണ്ഡപങ്ങൾ ഒരുക്കുവാനുള്ള അനുവാദമില്ലായിരുന്നു. പകരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് സൗകര്യങ്ങൾ ഒരുക്കിയത്. ഇതിനായി 75 രൂപയുടെ കൂപ്പൺ 100 രൂപയാക്കി ഉയർത്തി. തിലകഹോമത്തിനും നിരക്ക് വർദ്ധിപ്പിച്ചു. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാകുമെന്ന് കരുതിയെത്തിയ ജനങ്ങൾക്ക് മണിക്കൂറുകളോളം ബലിയർപ്പിക്കുവാനുള്ള ദ്രവ്യങ്ങൾ പോലും ലഭിച്ചില്ല. 5 മണിക്ക് ഇവിടുന്ന് ക്യൂ തുടങ്ങിയതാ. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 4ാമത്തെ കൗണ്ടറിനകത്ത് വരെ പ്രവേശിച്ച് 4 മണിക്കൂർ മഴ മൊത്തം നനഞ്ഞിട്ടാണ് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പം 100 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് 500 പേര്, അതിനകത്തുള്ളത് 500 പേരാ. എന്നിട്ട് അടുത്തിരിക്കുന്നവന്റെ പിണ്ടമെടുത്ത് കർമ്മം ചെയ്യാൻ നമ്മൾ എങ്ങനെ സഹിക്കും? നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വ്രതം എടുത്ത് വരുന്നവരാ. അടുത്തിരിക്കുന്നവന്റെ പിണ്ടമെടുത്ത് കർമ്മം ചെയ്യാൻ. ദ്രവ്യങ്ങൾ തീർന്നു പോകുമ്പോൾ കർമ്മങ്ങൾ നിർത്തിവെക്കും. ജനങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആവശ്യമായ ജീവനക്കാരുമില്ല. വരി നിയന്ത്രിക്കുന്നതിൽ പോലീസിനും വീഴ്ചയുണ്ടായി. ഞാൻ 6 മണിക്ക് വന്നതാ. 6 മണിക്ക് വന്ന് ഇതിനകത്ത് കയറി. അവിടുന്ന് പിന്നെ ഇലയില്ല, കെണ്ടിയില്ല, കെണ്ടിയുണ്ടെങ്കിൽ ചോറില്ല, ഗർഭയില്ല, യാതൊന്നുമില്ല. അവിടെ ഇരുന്ന് കുറേ സമയം ഇവിടെ വന്ന് അന്വേഷിച്ച് പിടിച്ച് പോവുക. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ദേവസ്വം ബോർഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ റെസിപ്റ്റും ഒക്കെ എഴുതി തന്ന് ഇവിടെ വന്ന് ഞങ്ങൾ വന്ന് കയറിയത്. 6 മണിക്ക് വന്ന് കയറിയതാണ്. ഇനിയിപ്പോൾ എന്തിനാ ഇത് ചെയ്യുന്നത്? നേരെ അങ്ങ് പോവുക. ഞങ്ങൾക്ക് ഇതേവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ നിന്നതായി വയ്യാത്ത കാലം കൊണ്ടാണ് നിൽക്കുന്നത്. എപ്പോൾ വീഴുമെന്ന് അറിയാനൊക്കോ? വെള്ളം പോലും കുടിക്കാതാണ് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ മക്കളല്ലയോ? ഇതൊന്ന് നോക്ക്. ഞങ്ങൾ എത്രയോ മണിക്കൂർ ചോദിക്കാൻ വന്നില്ല. ഇല്ല, ആരും അന്വേഷിക്കാൻ വന്നില്ല. വീണ് പോയ ആര് സമ്മാനം പറയും? എൻ്റെ മക്കൾക്ക് ഞാനില്ല, അതല്ലേ ഉള്ളു. ബലിയിടാൻ വന്നതാ. നോക്ക്, ഈ കാലം വെച്ചോണ്ടാ നിൽക്കുന്നത്. ഇതാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തിനാ നമ്മുടെ മിത്രങ്ങൾ മരിച്ചുപോയി, അതിന് പിതൃപൂജ ഇടുന്നതിന് 25 രൂപ വെച്ച് 100 രൂപ വാങ്ങിക്കുന്നത്? എന്തിനിങ്ങനെ സമ്പാദിക്കുന്നത്? ദേവസ്വം ബോർഡ് ഹൈന്ദവ വിശ്വാസികളെ കൊള്ളയടിക്കുകയാണെന്ന് ജനങ്ങൾ പറയുന്നു. പലരും നിറകണ്ണുകളോടെയാണ് പ്രതികരിച്ചത്. മുൻവർഷങ്ങളിൽ കൃത്യമായി കർക്കിടക വാവ് ബലിക്കെത്തി ബലിയർപ്പിച്ച് ആത്മസംതൃപ്തിയോടെ മടങ്ങിയവരാണ് ഇത്തവണ കണ്ണീരോടെ മടങ്ങിയത്. ജനം, കൊല്ലം.